ഹായ് ഗൈസ്, വൺസ് അഗൈൻ പിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹെയർ ഡീറ്റെയിലിനെ കുറിച്ചാണ്. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഇമേജാണ് ഇപ്പോൾ കട്ട് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ക്വിക്ക് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് ആൻഡ് മാസ്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ടിൻറ്റ് ഓപ്പൺ ആയി വരുന്നത് കാണാൻ പറ്റും. ഓവർലേ എന്ന മോഡ് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പോസിറ്റി ഒരു 50% വെച്ച് ഫസ്റ്റ് കാണുന്ന ക്വിക്ക് സെലക്ഷൻ ടൂൾ ബ്രഷിനെ യൂസ് ചെയ്യണം. അതിന് മേലെ ഒന്ന് വരച്ച് കൊടുക്കുന്നു. അപ്പോൾ കാണാൻ പറ്റും നമുക്ക് ഇമേജ് മാത്രം ഒന്ന് സെലക്റ്റായി കിട്ടണമെന്ന് കാണാൻ പറ്റും. നമ്മളിപ്പോൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും എഡ്ജസിലൊക്കെ ഇച്ചിരി വൈറ്റ്നസ് കയറി കിടക്കുന്നത്. അതായത് അത് ബാക്ക്ഗ്രൗണ്ട് കളറാണ്. അപ്പോൾ നമുക്ക് അതില്ലാണ്ട് കറക്റ്റ് ഹെയർ മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രിക്ക് ചെയ്യാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ മൈനസാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അത് വെച്ചൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കാൻ പോകണം. ഇതുപോലെ അങ്ങോട്ട് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ചെറുതായിട്ടൊന്ന് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും ആവശ്യമില്ലാണ്ട് സെലക്ട് ആക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് പ്ലസ് സെലക്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്തുകൊണ്ടാണെങ്കിൽ ഈ ഫസ്റ്റ് കാണുന്ന ബ്രഷ് എടുത്ത് സെലക്ട് ചെയ്യാണ്ട് അവസാനത്തെ ബ്രഷ് എടുത്ത് സെലക്ട് ചെയ്യാൻ ഇത് ആഡ് ചെയ്ത് പോകണതാണ്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം മൊത്തത്തിലങ്ങോട്ട് കുറച്ച് ഭാഗങ്ങൾ അങ്ങോട്ട് സെലക്ട് ചെയ്ത് പോകും. പക്ഷേ ബ്രഷ് എന്നുള്ളത് അത് നമ്മൾ ഏത് ഭാഗത്താണ് സെലക്ട് ചെയ്യണത് അത് മാത്രമേ സെലക്ട് ആവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യണത്. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ റിഫൈൻഡ് എഡ്ജ് ബ്രഷ് ടൂളാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്തു. ഇമേജിൻ്റെ ഔട്ട് സൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡ്രോ ചെയ്ത് പോകണം. ജസ്റ്റ് നമുക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും കറക്റ്റ് സെലക്ട് ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ഒന്ന് കൂട്ടി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഭാഗങ്ങൾ കറക്റ്റ് ഒന്ന് സെലക്ട് ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺട്രാസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. ഷിഫ്റ്റ് എഡ്ജ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൈനസിലേക്ക് നയിക്കണം, അല്ലാണ്ടല്ല കേട്ടോ. ഫെദർ ഒന്ന് ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. 1 പോയിൻ്റൊക്കെ മതിയായിരിക്കും. അത് കഴിഞ്ഞ ശേഷം ഔട്ട്പുട്ട് സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ ലെയർ മാസ്ക് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കൊടുക്കണം ഞാൻ. ഓക്കെ, ഇത് ഇമേജ് കട്ട് ചെയ്തതാണ്. ഇനി നമുക്ക് ഏതൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് വേണമെങ്കിലും ഇടാവുന്നതാണ്. താങ്ക് യു.